കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തം. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാലവർഷം കനത്തതോടെ ഒച്ചുശല്യം രൂക്ഷം. കാട്ടൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ച് വ്യാപകം. നടപടിയെടുക്കാതെ അധികൃതർ. അതിക്രമിച്ചു കയറി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ യുവാവിനെ അന്തിക്കാട് പോലീസ് പിടികൂടി. താന്യം സ്വദേശി കെവിനാണ് പിടിയിലായത്. നൂറടിത്തോട്ടിൽ വെള്ളം നിറഞ്ഞതോടെ പെങ്ങാമുക്ക് കരിഞ്ചാൽ കടവ് പാലം പണി തടസ്സപ്പെട്ടു. 4 വർഷം മുൻപ് ആരംഭിച്ച പണിയാണ് എങ്ങുമെത്താതെ നിൽക്കുന്നത്. ദേശമംഗലത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. ശക്തമായ കാറ്റിൽ മാള വടമയിൽ മരം വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ആരോഗ്യ മേഖലയിൽ സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടക്കേ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് DMO ഓഫീസിന് 100 മീറ്റർ അകലെ വെച്ച് ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചത് അല്പനേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ UP-യേക്കാളും ബീഹാറിനേക്കാളും പിന്നിലാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കും വരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രക്ഷോഭം തുടരുമെന്ന് ഫൈസൽ ബാഫക്കി തങ്ങൾ പറഞ്ഞു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് താണിപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തകർ വീണ്ടും മുദ്രാവാക്യം വിളികളോടെ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം ഊർജിതമാക്കിയപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകർ സമാധാനപരമായി പിരിഞ്ഞുപോയി. മാർച്ചിനെ തുടർന്ന് കോളേജ് റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. സുരക്ഷയുടെ ഭാഗമായി ടൗൺ ഈസ്റ്റ് പോലീസ് ശക്തമായ പോലീസ് സന്നാഹമൊരുക്കിയിരുന്നു. TCV തൃശൂർ. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. അഞ്ചങ്ങാടിയിൽ നടന്ന പ്രതിഷേധ പ്രകടനം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് മന്ദലാംകുന്ന് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PV ഉമ്മർ കുഞ്ഞി, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി AH സൈനുൻ ആബിദ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഗുബാറയിൽ സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. ഒരുമനയൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം നിന്ന് തുടങ്ങിയ പ്രകടനം മുത്തൻമാവ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KJ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ജീവൻ ജോസഫ്, ഹിഷാം കപ്പൽ, PP നൌഷാദ്, മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടൂരിൽ വിവിധയിടങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷമായി. പ്രദേശത്തുള്ള വീട്ടുകാരുടെ അടുക്കളത്തോട്ട കൃഷിയും ചെടികളും ആഫ്രിക്കൻ ഒച്ചിന്റെ ആക്രമണത്തിൽ നശിച്ചു. പ്രദേശത്തെ വാഴകളിലും ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കൂടിയിട്ടുണ്ട്. കുടിവെള്ള സ്രോതസ്സുകളിലെ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കുട്ടികളിലും മുതിർന്നവരിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടൂർ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഇടപെട്ട് ആഫ്രിക്കൻ ഒച്ചിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് AIYF പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതിക്രമിച്ചു കയറി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ യുവാവിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. താന്യം കിഴപ്പുള്ളിക്കര കല്ലിങ്ങൽ കെവിനാണ് പിടിയിലായത്. കിഴപ്പുള്ളിക്കര ഹെൽത്ത് സെന്ററിന് സമീപം താമസിക്കുന്ന പൊന്നാമ്പാടി ഷറഫുദ്ദീന്റെ വീട്ടിലാണ് ഇയാൾ അതിക്രമിച്ചു കയറിയത്. വാതിലിൽ ശക്തമായി ഇടിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. വീട്ടുകാർ പുറത്തിറങ്ങിയതോടെ ഇയാൾ സ്ഥലം വിടുകയായിരുന്നു. പിന്നീട് വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. നൂറടിത്തോട്ടിൽ വെള്ളം നിറഞ്ഞതോടെ പെങ്ങാമുക്ക് കരിഞ്ചാൽ കടവ് പാലം പണി തടസ്സപ്പെട്ടു. അപ്രോച്ച് റോഡ് നിർമ്മാണം, ബണ്ട് വനമിന്റെ സംരക്ഷണം, പാലത്തിന്റെ വശങ്ങളുടെ ബലപ്പെടുത്തൽ എന്നിവയാണ് പൂർത്തിയാക്കാനുള്ളത്. ജൂൺ മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ്
പദ്ധതിയിട്ടിരിക്കുന്നത്. എന്നാൽ മെയ് മാസത്തിൽ പെയ്ത കനത്ത മഴയിൽ തോട് നിറഞ്ഞതോടെ നിർമ്മാണം വൈകുകയായിരുന്നു. കാട്ടാക്കാമ്പൽ, വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കാനായി 2025-ലാണ് ആദ്യം പാലം പണി തുടങ്ങിയത്. എന്നാൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. പിന്നീട് 2018-ൽ പാലം കം ചെക്ക് ഡാം നിർമ്മിക്കാൻ സർക്കാർ 9.5 കോടി രൂപ അനുവദിച്ചു. 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനായി തുടങ്ങിയ പാലം പണി 4 വർഷം പിന്നിട്ടിട്ടും പാതി പോലും കഴിഞ്ഞിട്ടില്ല. ഇതോടെ സർക്കാർ കരാർ റദ്ദാക്കി. പിന്നീട് പുതിയ കരാറുകാരൻ ഏറ്റെടുത്തതോടെയാണ് നിർമ്മാണം വേഗത്തിൽ നീങ്ങിയത്. ദേശമംഗലത്ത് ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന കിടപ്പുരോഗിയായ വയോധികൻ ഉൾപ്പെടെ 3 പേരെയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുറശ്ശേരി വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. വീട്ടിലുണ്ടായിരുന്ന കിടപ്പുരോഗിയായ ഗോവിന്ദൻകുട്ടി കൂടാതെ ഭാര്യ തങ്കമണിയും മകളും വീട്ടിലുണ്ടായിരുന്നു. വാർഡ് മെമ്പർ PI ഷാനവാസിന്റെ നേതൃത്വത്തിൽ തെങ്ങ് മുറിച്ചുമാറ്റി. ശക്തമായ കാറ്റിൽ മാള വടമയിൽ മരം വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. സബ് രജിസ്ട്രാർ ഓഫീസ് കോമ്പൗണ്ടിലെ മരം വീണാണ് വൈദ്യുതി കമ്പികൾ പൊട്ടിയത്. മരം വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് VSന്റെ ജീവൻ നിലനിർത്തുന്നത്. തുടർച്ചയായി ഡയാലിസിസ് ചെയ്യണമെന്ന നിർദ്ദേശം മെഡിക്കൽ ബോർഡ് നൽകിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ശരീരം പ്രതികരിച്ചില്ല. രക്തസമ്മർദ്ദം ഉയർന്നും താഴ്ന്നും നിൽക്കുകയാണ്. ഇതിനൊപ്പം വൃക്കകളുടെ പ്രവർത്തനം സാധാരണഗതിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. തെലുങ്കാനയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ബ്രഹ്മാനന്ദഗിരി സ്വാമിയുടെ വെസ്റ്റ് മങ്ങാടുള്ള വീട്ടിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ സന്ദർശനം നടത്തി. മരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ തെലുങ്കാന പോലീസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുമെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. നേപ്പാളിൽ നിന്ന് തൃശൂരിലേക്ക് ട്രെയിനിൽ വരുന്ന വഴി തെലുങ്കാനയിലെ കമ്മത്ത് വെച്ചാണ് ശ്രീബൻ എന്ന ബ്രഹ്മാനന്ദഗിരി സ്വാമി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയേടത്ത്, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജിബിൻ, സെക്രട്ടറി സുമേഷ് കളരിങ്കൽ തുടങ്ങിയവർ കുമ്മനത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്ത് സംസ്ഥാന പാതയിലെ വളവിൽ അപകടകരമായി വാഹനത്തെ മറികടന്ന ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി ബസിലെ ഡ്രൈവർ മിണാലൂർ സജീവന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. നടപടിയുടെ ഭാഗമായി തെറ്റായ ദിശയിൽ അപകടകരമായി വാഹനം ഓടിച്ചതിന് കേസെടുത്ത് കോടതിക്ക് നൽകുന്നതിന് പുറമെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന ക്ലാസിൽ പങ്കെടുക്കണം. സസ്പെൻഷൻ പിൻവലിക്കണമെങ്കിൽ റോഡ് സുരക്ഷ സംബന്ധിച്ച വാഹന വകുപ്പിന്റെ നിയമങ്ങൾ പഠിച്ച് പരീക്ഷ കൂടി പാസ്സാക്കണം. വളവുകളിലെ CCTV ക്യാമറകൾ പരിശോധിച്ച് കൂടുതൽ ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഉത്രാളിയിലെ വളവിൽ വാഹനത്തെ മറികടന്നു വന്ന ബസിന്റെ മുൻപിൽ നിന്ന് സ്കൂട്ടർ യാത്രക്കാരി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എറവിൽ ഭാഗികമായി തകർന്ന വീടിനുള്ളിൽ ദുരിതജീവിതം നയിച്ച് ആദ്യകാല നാടക പ്രവർത്തകനായി ഗിരീഷ്. മഴ കനത്തതോടെ ഗിരീഷ് താമസിക്കുന്ന വീടിന്റെ പല ഭാഗങ്ങളും നിലംപൊത്തി. ഒരാഴ്ച മുൻപാണ് എറവ് സ്കൂളിന് സമീപത്തെ വിദ്യാർത്ഥി റോഡിൽ താമസിക്കുന്ന ഗിരീഷിന്റെ വീടിന്റെ മുകൾ ഭാഗം കനത്ത മഴയിൽ തകർന്നു വീണത്. വീടിന്റെ ഒരു ഭാഗത്തെ ചുമരുകൾ ആദ്യം ഇടിഞ്ഞു വീണു. പിന്നാലെ മുകളിലെ ഓടുകളും നിലംപൊത്തി. 3 പ്രാവശ്യമായി വീടിന്റെ പല ഭാഗങ്ങളും നിലംപൊത്തി. പതിറ്റാണ്ടുകളായി നാടകരംഗത്തെ സജീവ പ്രവർത്തകനായിരുന്നു ആർട്ടിസ്റ്റ് ഗിരി എന്ന ഗിരീഷ്. ഒട്ടനവധി നാടകങ്ങൾക്ക് രംഗപടം ഒരുക്കിയിട്ടുണ്ട്. നാടകങ്ങളിൽ വേഷമിടുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് ഈ 58-കാരൻ്റെ താമസം. തുണികൾ ഇസ്തിരി ചെയ്ത് നൽകിയാണ് ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷമാവസ്ഥ കണ്ടറിഞ്ഞ് അയൽവാസികൾ നൽകുന്ന ഭക്ഷണവും മറ്റുമാണ് പലപ്പോഴും ആശ്രയം. വീടിൻ്റെ വീഴാത്ത ഭാഗത്ത് ഒരു കട്ടിലിലാണ്
ഇദ്ദേഹത്തിൻ്റെ വിശ്രമവും ഉറക്കവും. മഴ പെയ്താൽ ദേഹത്തേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ ഒരു പുതപ്പ് കൊണ്ട് മൂടി പുതച്ചാണ് കിടക്കുന്നത്. അധികാരികളിൽ നിന്ന് വേണ്ടത്ര സഹായം ലഭിച്ചില്ലെന്ന് ഗിരീഷ് പറയുന്നു. അതേസമയം വില്ലേജ് ഓഫീസർ ഗിരീഷിന്റെ വീട് സന്ദർശിക്കുകയും അപേക്ഷ കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതായി വാർഡംഗം വൃന്ദ അറിയിച്ചു. പഞ്ചായത്തിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും സഹായം തനിക്ക് വേണ്ടെന്ന നിലപാടിലാണ് ഗിരീഷ് സംസാരിക്കുന്നതെന്നും വാർഡംഗം പറഞ്ഞു. മഴ ഇനിയും ശക്തമാവുകയാണെങ്കിൽ വീഴാറായ വീടിനുള്ളിൽ കഴിയുന്ന ഗിരീഷിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. TCV തൃശൂർ. 3 കോടി രൂപ ചിലവഴിച്ച് BMBC നിലവാരത്തിൽ നിർമ്മിച്ച മങ്ങാട് ആര്യമ്പാടം അത്താണി റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് റോഡ് ഉപരോധിച്ചു. എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധ സമരം കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, നേതാക്കളായ NK കബീർ, MC ഐജു, CV ജെയ്സൺ, PS സുനീഷ്, MK ജോസ്, MM സലീം, K. ഗോവിന്ദൻകുട്ടി എന്നിവർ സംസാരിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഈ റോഡുകളിലൂടെ, സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ എന്തുകൊണ്ട് കേരളത്തിന്റെ പിണറായി വിജയന്റെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നാണ് 150. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാതായ സംഭവത്തിൽ 2ാം ദിവസവും നടത്തിയ സംയുക്ത തിരച്ചിലിലും സ്വർണ്ണ കിരീടം കണ്ടെത്താനായില്ല. പഴയന്നൂർ പോലീസ്, ദേവസ്വം വിജിലൻസ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ക്ഷേത്രം ജീവനക്കാർ, ക്ഷേത്രോപദേശക സമിതി പ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ക്ഷേത്ര ചുറ്റമ്പലത്തിനുള്ളിലെ അറകളിലെ പരിശോധനകൾ തൽക്കാലം അവസാനിച്ചു. അറയുടെ പരിസരത്തും ചേർന്നുള്ള മച്ചുകളിലും ആവശ്യമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ പരിശോധന നടത്താനാണ് പദ്ധതി. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് KP ശ്രീജയൻ നൽകിയ പരാതിയിൽ പഴയന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ജൂൺ 27-ന് വിരലടയാളം വിദഗ്ധരും സയന്റിഫിക് വിദഗ്ധരുടെയും നേതൃത്വത്തിലുള്ള പരിശോധനകൾ പോലീസ് നടത്തിയിരുന്നു. അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും പോലീസ് അന്വേഷണം പുരോഗമിക്കുക. കഴിഞ്ഞ 2 ദിവസത്തെ സംയുക്ത പരിശോധനയിലും കിരീടം കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടി വരുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ CI KA മുഹമ്മദ് ബഷീർ പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷനായി. പച്ചക്കറി തൈ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. മണ്ണ് പരിശോധന കാർഡ് വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ നിർവഹിച്ചു. കൃഷി ഓഫീസർ EV അനക, ബ്ലോക്ക് മെമ്പർ KK മണി, സഹകരണ ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് തൊഴിലുണ്ടാവും, നാട്ടുകാർക്ക് ഇവിടെ മാത്രമല്ല, നിങ്ങളുടെ നല്ല തൈകളാന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് ആളുകളുണ്ടാവും. നമുക്കൊരാലോചന ഇന്നത്തെ യോഗത്തിൻ്റെ ഈ ആലോചനയുടെ ഭാഗമായി തന്നെ ചെയ്യണം എന്ന വിനയപൂർണമായൊരു അഭ്യർത്ഥന കൃഷിക്കാരോടും അതോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് സഹകരണ മേഖലയിലെ സുഹൃത്തുക്കളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് എടുക്കണം. വേലുപ്പാടം വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ റോബിൻ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. 101 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ഓഗസ്റ്റ് 15-നാണ് ഊട്ടുതിരുനാൾ. നാടൻ പഴത്തിന് ആഗോള അംഗീകാരം. ഇന്ന് വേൾഡ് ജാക്ക് ഫ്രൂട്ട് ഡേ. കേരളത്തിലെ സസ്യഭക്ഷണ സംസ്കാരത്തിൽ മാത്രം നിലകൊണ്ടിരുന്ന ചക്ക ഇന്ന് അതിന്റെ പോഷകമൂല്യവും ഉപയോഗ വ്യാപകതയും കൊണ്ട് ആഗോളതലത്തിൽ വരെ എത്തി നിൽക്കുന്നു. ചിപ്സ്, ജാം തുടങ്ങി ഇറച്ചിയുടെ പകരക്കാരനായി വരെ ഇന്ന് ചക്ക ഉപയോഗിക്കുന്നു. 2022 ഖത്തറിൽ നടന്ന FIFA ഫുട്ബോൾ ലോകകപ്പിൽ വരെ ചക്ക പ്രധാനിയായിരുന്നു. അന്ന് തൃശൂർക്കാരനായ വർഗീസ് തരകന്റെ നേതൃത്വത്തിൽ 1000കണക്കിന് കിലോ ചക്കയാണ് കേരളത്തിൽ നിന്നും കയറ്റി അയച്ചത്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും പ്രമേഹത്തിന് പ്രതിവിധിയായും ചക്ക ഉപയോഗിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഈ നാട്ടുപഴത്തെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അവബോധമുണ്ടാക്കാനും നാടൻ കാർഷിക മൂല്യങ്ങൾ സംരക്ഷിക്കാനും വിപണന സാധ്യതകൾ വർദ്ധിപ്പിക്കാനുമുള്ള വലിയൊരു അവസരമൊരുക്കുകയാണ് ലോക ചക്ക ദിനം കൊണ്ട്.
ന്യൂസ് ഡെസ്ക് TCV. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി തിരുവില്ലാമല മലേശമംഗലം HLP സ്കൂളിൽ ഓട്ടംതുള്ളലിനെക്കുറിച്ച് പഠന ക്ലാസ് നടത്തി. കലാമണ്ഡലം പ്രദീപ് കല്യാണ സൗഗന്ധികം അവതരിപ്പിച്ചു. ശിവദാസൻ തുള്ളലുകളെക്കുറിച്ച് വിശദീകരിച്ചു. തുള്ളലിന്റെ വേഷവിധാനങ്ങൾ പരിചയപ്പെടുത്തി. തിരൂർ സെന്റ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധ തോമാസ് ലിഹയുടെ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ, സഹവികാരി ഫാദർ ജോമോൻ താണിങ്കൽ, കൈക്കാരന്മാരായ വില്യംസ് ചിറ്റാട്ടുകര, ആന്റണി പടുതല, ലിയോപോൾ പൂപ്പാടി എന്നിവർ നേതൃത്വം നൽകി. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കരുമത്ര വിളംബരത്ത് സതീശൻ രതിദേവി ദമ്പതികളുടെ മകൾ സി ദേവനന്ദയെ കരുമത്ര മഹാത്മാ സ്വയം സഹായ സംഘം ഭാരവാഹികൾ അനുമോദിച്ചു. സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ടലിന്റെ അധ്യക്ഷതയിൽ രക്ഷാധികാരി കുട്ടൻ മച്ചാട് ഉപഹാരം നൽകി. സംഘം അംഗങ്ങളായ NM വിനീഷ്, ജെയിംസ് കുണ്ടുകുളം, AAB ബഷീർ, KB പ്രസാദ് തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. വരന്തരപ്പിള്ളി SI KK ബിജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ MA സുരേഷ് അധ്യക്ഷത വഹിച്ചു. കല്ലൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് KS റോസൽ രാജ്, സ്കൂൾ സെക്രട്ടറി AM സുകുമാരൻ, PV വിനീഷ്, TB രാധാകൃഷ്ണൻ, പ്രിൻസിപ്പാൾ PT സ്മിത, M ദിവ്യ, OU സുജാത, PV ഷിജു എന്നിവർ സംസാരിച്ചു. റോട്ടറി ക്ലബ് ഓഫ് തൃശൂർ സിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അവാർഡ് ദാനവും ശനിയാഴ്ച നടക്കും. കല്യാൺ സിൽക്സ് CMD TS പട്ടാഭിരാമൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആര്യ ഐ കെയർ ഫൗണ്ടർ ഡോക്ടർ KB മിനുദത്ത് ഉൾപ്പെടെ ബിസിനസ് രംഗത്ത് പ്രാവീണ്യം തെളിയിച്ചവരെ അവാർഡ് നൽകി ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോയ് കൊള്ളന്നൂർ, നിയുക്ത പ്രസിഡന്റ് ഷെബി ഒലങ്കേക്കിൽ, ജോസ് OK ടോണി, സണ്ണി ജോസ്, സ്റ്റാലിൻ ബേബി എന്നിവർ പങ്കെടുത്തു. പാവറട്ടി പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. പാവറട്ടി പഞ്ചായത്ത് കൃഷിഭവൻ, കാർഷിക കർമ്മസേനയുടെ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജോൺസൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര സഹകരണ വർഷം പ്രമാണിച്ച് വരടിയം സർവീസ് സഹകരണ ബാങ്ക് മെഗാ ഗോൾഡ് ലോൺ മേള സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് P പ്രസാദ്, സെക്രട്ടറി P ശശി, വൈസ് പ്രസിഡന്റ് AR ശരത്, ഭരണസമിതി അംഗം നിതിൻ K രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തം. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാലവർഷം കനത്തതോടെ ഒച്ചുശല്യം രൂക്ഷം. കാട്ടൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ച് വ്യാപകം. നടപടിയെടുക്കാതെ അധികൃതർ. അതിക്രമിച്ചു കയറി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ യുവാവിനെ അന്തിക്കാട് പോലീസ് പിടികൂടി. താന്യം സ്വദേശി കെവിനാണ് പിടിയിലായത്. നൂറടിത്തോട്ടിൽ വെള്ളം നിറഞ്ഞതോടെ പെങ്ങാമുക്ക് കരിഞ്ചാൽ കടവ് പാലം പണി തടസ്സപ്പെട്ടു. 4 വർഷം മുൻപ് ആരംഭിച്ച പണിയാണ് എങ്ങുമെത്താതെ നിൽക്കുന്നത്. ദേശമംഗലത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. ശക്തമായ കാറ്റിൽ മാള വടമയിൽ മരം വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.